ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ മകളുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കും. വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എസ് രഞ്ജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഇപ്പോൾ എന്താണ് ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം? മകളുടെ മൃതദേഹം ഷാർജയിലും വിപഞ്ചിയുടെ മൃതദേഹം നാട്ടിലും സംസ്കരിക്കുമെന്നുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ വിപഞ്ചിയുടെ ഭർത്താവിന്റെ കുടുംബവുമായിട്ടാണോ ഈ ചർച്ച നടന്നിരിക്കുന്നത്? അതെ, ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷും ഒപ്പം തന്നെ വിപഞ്ചികയുടെ കുടുംബം, സഹോദരനും അതുപോലെ തന്നെ അമ്മയും അടക്കമുള്ളവർ ഇന്ന് ഷാർജ ഇന്ത്യൻ കോൺസുലേറ്റിൽ എത്തുകയുണ്ടായി. അവിടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ആ ചർച്ചയിൽ നിതീഷ് പ്രധാനമായും ആവശ്യപ്പെട്ടത് വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല, പക്ഷേ കുഞ്ഞിന്റെ മൃതദേഹം വിട്ടു നൽകണം, കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണം, ഷാർജയിൽ തന്നെ സംസ്കരിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും നിതീഷ് മുന്നോട്ട് വച്ചത്. അതേസമയം ഈ വിപഞ്ചികയുടെ സഹോദരനും അമ്മയും ഇതിനെ ശക്തമായി തന്നെ എതിർത്തു. ഈ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം, അവിടെ തന്നെ സംസ്കരിക്കണം, മതാചാരപ്രകാരം സംസ്കാരം നടത്തണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ച ഏറെ നേരം നീണ്ടുപോയി. അതിൽ ഏറ്റവും അവസാനമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എന്ന് പറയുന്നത് വിപഞ്ചിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാം, കൊല്ലത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താം, മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടത്താം. അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം ഭർത്താവ്, അതായത് കുഞ്ഞിന്റെ അച്ഛൻ നിതീഷിന് വിട്ടു നൽകണം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതായത് വിപഞ്ചിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും, കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ഷാർജയിൽ തന്നെ നടക്കും. ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ്. അവിടെ ഉണ്ടല്ലോ രഞ്ജിത്ത്, അവരുടെ പ്രതികരണം നമുക്ക് അറിയാൻ സാധിച്ചോ? അവർക്ക് രണ്ടുപേരുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു രാവിലെ കരഞ്ഞ സുരേഷ് ഗോപിയോട് സംസാരിക്കുന്ന പ്രതികരണം നമ്മൾ കൊടുത്തതാണല്ലോ. അതെ, തീർച്ചയായും അവർ ആ ഒരു നിലപാടിൽ തന്നെയാണ് അവർ അവസാന നിമിഷവും ഉറച്ചു നിന്നത്. ഇന്നലെ മാധ്യമങ്ങളോട് കണ്ടപ്പോഴും ഈ അമ്മ പറഞ്ഞത് രണ്ടുപേരുടെയും, അതായത് വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണം, അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇന്നലെ തന്നെ അവർ അപേക്ഷ നൽകിയിരുന്നു. അത് പ്രകാരമാണ് ഇന്ന് ഇരുവരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ നിതീഷിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് കുഞ്ഞിന്റെ മൃതദേഹം തനിക്ക് വിട്ടു നൽകണം, ഇവിടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്ന ആവശ്യം നിതീഷ് ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രധാനമായും UAE നിയമപ്രകാരം കുഞ്ഞിന്റെ അവകാശം അച്ഛനാണ്. അപ്പോ നിതീഷ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചാൽ നിലവിലെ നിയമപ്രകാരം ഇന്ത്യൻ കോൺസുലേറ്റിന് ഈ നിതീഷിന്റെ ആവശ്യം അംഗീകരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നിലവിലെ ഒരു നിയമപ്രകാരം ഈ കുഞ്ഞിന്റെ മൃതദേഹം നിതീഷിന് വിട്ടു നൽകും, സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കും, വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും. ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും സമാനമായ ചോദ്യം ഉയർന്നിരുന്നു. എസ് രഞ്ജിത്താണ് ഇപ്പോൾ ദുബായിൽ നിന്ന് വാർത്ത നൽകിയത്. വിപഞ്ചികയുടെ കുടുംബത്തെ സംബന്ധിച്ച് ദുഃഖകരമായ വിവരം തന്നെയാണ്. ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ മകളുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. അതേസമയം വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും തീരുമാനമായിരിക്കുന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്.